സ്പിരിറ്റ്. ഇംഗ്ലീഷിൽ എഴുതുന്ന തന്റെ ആദ്യ നോവലിന് രഘുനന്ദനിട്ട പേര് അതാണ്. ഇപ്പോൾ പഴഞ്ചനെന്ന് തോന്നാവുന്ന ടൈപ്പ്റൈറ്ററാണ് അയാൾ എഴുതാനായി ഉപയോഗിക്കുന്നത്. വിദേശ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, പത്രപ്രവർത്തകൻ, ഡോക്യുമെന്ററികളുടെ സംവിധായകൻ, അങ്ങനെ പലതുമായിരുന്നു അയാൾ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എഴുതാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എന്തും സ്നേഹപൂർവ്വം ചെയ്യാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് ജീവിക്കാനാവൂ. ഈ നോവൽ അയാൾക്ക് എഴുതി പൂർത്തിയാക്കാനാവില്ല. കാരണം അയാളുടെ മരണത്തോടെ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. അയാളുടെ രാപ്പകലുകളുടെ നേർപകർപ്പാണത്. ഒരു തരത്തിൽ അയാൾ വാക്കുകളായി സ്വയം പരിഭാഷപ്പെടുകയാണ്. OV വിജയനെയും ബോബ് മാർലിയെയും മാർക്കേസിനെയും മറഡോണയെയും മഹാരാജപുരം സന്താനത്തെയും കുഞ്ഞുണ്ണിമാഷിനെയും സ്നേഹിക്കുന്ന അയാൾക്ക് പക്ഷേ ഏറെ സ്നേഹം തന്നെ തന്നെയാണ്. എ മിസറബിൾ നാർസിസിസ്റ്റ്. തലേ രാത്രി ഏറെ മദ്യപിച്ചിരുന്നു അയാൾ. അതിന്റെ തുടർച്ചയാണ് കയ്യിലെ ഗ്ലാസ്. തലേന്ന് അയാളുടെ വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെ ഒരു ദൃശ്യം ഇന്നലെ ഉണ്ടായിട്ടേയില്ല. കാരണം 7 വർഷം മുമ്പ് മീര എന്ന തന്റെ ഭാര്യയുമായി നിയമപരമായി അയാൾ വിവാഹമോചനം നേടിയിരുന്നു. മീര ഇന്ന് അലക്സി എന്ന് വിളിപ്പേരുള്ള അലക്സാണ്ടർ തദേവൂസിന്റെ ഭാര്യയാണ്. രഘുവിന് മീരയിൽ ജനിച്ച ആദിത്യ എന്ന സണ്ണി അവർക്കൊപ്പമാണ്. ഓ, സണ്ണി ഉറങ്ങി? നല്ല ക്ഷീണം ഉണ്ടാവും. പകല് മുഴുവൻ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. സോ സാഡ്. ഷുഗർ പ്ലം കേക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു. കുറെ നാളായി ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തിട്ട്. ഇത് സത്യത്തിൽ ഈ കേക്ക് എനിക്ക് വേണ്ടിയാണോ? ഒരു സ്ലൈഡ് സർക്കാസ്റ്റിക് ലൈനില്. സോറി. അല്ല, എന്നെ ഊതിയതാണോന്ന്. എന്റെ ആദ്യ വിവാഹത്തിന്റെ ആനിവേഴ്സറി ആണെന്ന്. മീര, ഞാനങ്ങനെ ചെയ്യൂ? ചിന്തിച്ചു പോലുമില്ല. ചുമ്മാ പറഞ്ഞതാട്ടോ. കേക്ക് മാത്രം പോരാ, എനിക്കൊരു വൈനൂടെ വേണം. ലെറ്റ് മീ സെലിബ്രേറ്റ്. തലേ രാത്രി ബാർ അടയ്ക്കും വരെ തനിച്ചിരുന്ന് കുടിക്കാനായിരുന്നു അയാളുടെ യോഗം. സാർ, താൻ കല്യാണം കഴിച്ചതല്ലേ? അതെ, 2 പിള്ളേരും ഉണ്ട്. ഭാര്യ ഡിവോഴ്സ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഒരുങ്ങിയിട്ടുണ്ടോന്നല്ല, തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്താ സാർ? അല്ല, അതിനൊരു യോഗം വേണം. ജോൺസാ, ഒരു ബോട്ടിൽ വോഡ്ക പാർസൽ വേണോ സാർ? ഇതെന്നും പൊതിഞ്ഞു വരുമ്പോ ചങ്കിടിക്കും. റീറ്റെയിൽ പ്രൈസിന്റെ 6 ഇരട്ടി വരുവേ. 1-2 പെഗ് മതിയാവോ? പോരാ. വിലയുടെ കാര്യം വിട്. വില കൊടുത്താലും കിട്ടാൻ പാടുള്ള ലിവറല്ലേ ജോൺസാ നമ്മൾ അടിച്ച് തകർക്കുന്നത്. പിന്നാണോ ഇത്? താൻ ബോട്ടിലിട്. ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ദിസ് നൈറ്റ് ആൻഡ് ഐ ഹാവ് എ റീസൺ ഫോർ ദാറ്റ്. ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് രഘുവുമായി പിരിഞ്ഞ ദിവസത്തിന്റെ ആനിവേഴ്സറിയാ. ലിബറേഷന്റെ ഓർമ്മ ദിവസം. അയാളുടെ ഇന്റലിജൻസിനോട് എനിക്ക് എന്നും റെസ്പെക്റ്റേ ഉള്ളൂ. ഒരു കമ്പാരിസണും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഒരു സാധാ കോലഞ്ചേരി ചായന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒട്ടും വളർന്നിട്ടുമില്ല. ഇന്റലിജൻസ് അതൊക്കെ ശരിയാ. എന്ന് വെച്ച് കമ്പ്യൂട്ടറിനെ കേട്ടി കൂടെ പൊറുക്കാൻ കഴിയോ? ആരഗൻസും കുടിയും. ഇന്ന് കാണുന്നതിന്റെ ഇരട്ടി അന്നൊക്കെ ദേഷ്യം. സകലതിനെയും പുച്ഛം. അവനവനെ അല്ലാതെ ഒന്നിനെയും സ്നേഹവും ഇല്ല, റെസ്പെക്റ്റും ഇല്ല. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതി തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയല്ലോ. ആ സീനിലൊക്കെ പ്രൂവ് ചെയ്ത എല്ലാരെയും പുച്ഛാണ്. അരുന്ധതി റോയ് ട്രാഷ്, അരവിന്ദ് അടിക ചവർ, വികാസ് ഒരു പറ്റ പോക്ക്, VS നൈപാൽ തരക്കേടില്ല. വെൽ, I'll tell you something. He is a rare breed. ഏഴ് സമുദ്രങ്ങളിലും കപ്പൽ ചാലുകൾ തീർത്ത ക്യാപ്റ്റൻ കൃഷ്ണൻ കർത്ത എന്ന അയൽക്കാരന്റെ ഉറക്കം കെടുത്തുകയാണ് ഇനി അയാൾ ചെയ്യുക. ഞാനിന്ന്
കാശാറോസിൽ പോയിരുന്നു. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് മഹാരാഷ്ട്രയിൽ, അവനും ഭാര്യ അവിടെ താമസിക്കുന്നുണ്ട്. രഘുവിനെ അവിടേക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞു. മേരി അലക്സി, ഞാൻ പോയിരുന്നല്ലോ. എന്നായിരുന്നു അത്? ഒരു 2-3 വീക്സ് മുമ്പ്. അന്ന് എന്തോ ഒരു അലമ്പുണ്ടാക്കിയെന്നും കേട്ടു. അവര് പറഞ്ഞില്ലേ കേട്ടോ? പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തൻ എക്സ് വൈഫിന്റെ അവരുടെ പുതിയ ഭർത്താവിന്റെയും കൂടെ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യാൻ കഴിയുന്നു? വല്ല കാര്യമുണ്ടോ അവന്? ഞാൻ വായത്തോന്ന് പറയുകയും ചെയ്തു, ഒരു ചവിട്ടം വെച്ചു കൊടുത്തു. ഇവന്മാരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാപമൊന്നുമല്ല. ഇറ്റ്സ് എ സൊല്യൂഷൻ. ഒരു പ്രോബ്ലം എത്ര ശ്രമിച്ചിട്ടും നേരെയാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലാണത്. പ്രണയം, വിവാഹം, വേർപിരിയൽ, ഇതെല്ലാം അനുഭവിക്കാൻ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്തം കൂടുക. Do you know that, Captain? ഞാൻ രഘുവിന്റെ മൂഡ് സ്പോയിൽ ചെയ്തു. No, never. ഞാനല്ലേ ക്യാപ്റ്റൻ. എന്നും മറ്റുള്ളവരുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്നു. Hey, take it easy. I'm sorry. It's all right. Leave it. I'm sorry. ഒന്ന് തിരിച്ചിട്ടേക്ക്. ശരി സാർ. മോർണിംഗ് സാർ. ജോൺ സാർ. സാർ ഒരു മിനിറ്റ്. നിയാസ് ഭായ്, ഇത് പുള്ളിക്കാരുടെ സ്ഥിരം സീറ്റാണല്ലേ? അതെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചെയർ ഫ്രീ ഉണ്ട്. നോ പ്രോബ്ലം. അത് വെച്ചോ, ഞാൻ കൊണ്ടുവന്നോളാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു ഭായ്. ഹലോ സർ. ജോൺ സാർ. Vodka with water. Sunshine. ഓഹോ, ഇന്ന് ഷോ ഉണ്ടല്ലോ അല്ലേ? Makes me happy. പ്രോഗ്രാം ഉള്ള ദിവസം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷോ ദ സ്പിരിറ്റ് കണ്ടാൽ മതി. സ്പിരിറ്റ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഷോ സ്പിരിറ്റ് അടിച്ച് തന്നെ കാണണം. ഓ, ഹലോ NDTV. I am Raghunandan. Connect me to രാമേന്ദ്രൻ. എടി കൊച്ചെ, ന്യൂസിലെ രാമേന്ദ്രൻ കൊടുക്കാൻ. അയാളുടെ മൊബൈൽ ഓഫാണ്. യാങ്കി പ്രൊനൗൺസിയേഷൻ എനിക്കറിയാവുന്ന വെച്ചാ ഭരണങ്ങാനത്തുള്ള. നീ നടക്ക്. ആ രാമു, നീ അത് അയച്ചില്ലേ ആ ഫോട്ടോസ്? മറന്ന ആ മന്ത്രി മുരളീകൃഷ്ണന്റെ അയക്കേ. ആ, ഹൗസ് ഡൽഹി. എന്റെ തടിച്ചി പെമ്പിള്ളേർക്കെല്ലാം സൗഖ്യം. ആരോടും എന്റെ അന്വേഷണം പറയണ്ട. NDTVയിലെ ന്യൂസ് പ്രൊഡ്യൂസർ രാമേന്ദ്രൻ മിടുക്കന, സ്ഥൂല നിതംബനികളുടെ ആരാധകൻ.